2019 വരെ നിങ്ങളെ പിന്തുണച്ചത് അവരുടെ നിവൃത്തികേട് കൊണ്ട് എന്നാണോ അങ്ങ് സ്ഥാപിക്കുന്നത്? ഇല്ല, അല്ലല്ല, ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞോ? അങ്ങനെ നിങ്ങൾ കേട്ടാ? 2015 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും ഇടതുപക്ഷവുമായിട്ടാണ് ധാരണ. ഈ അനിൽകുമാർ സഖാവ് അന്ന് പാർട്ടിയിൽ ഇല്ലെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി നേതാക്കളോട് ചോദിക്കണം. അന്തരിച്ച CPM-ന്റെ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹവും ഞങ്ങളും തമ്മിലാണ് ചർച്ച. ഞാൻ ആ ചർച്ച പങ്കെടുത്ത വ്യക്തിയാണ്. മുഖാമുഖം ചർച്ച AKG സെന്ററിന്റെ ഓപ്പോസിറ്റുള്ള സഖാവിന്റെ ഫ്ളാറ്റിൽ, പിന്നീട് AKG സെന്ററിൽ, ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഇവിടെ എല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPM സഹകരണം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണത്താൽ UDF-നെ പിന്തുണക്കാം. ഞങ്ങളൊരു കാലത്ത് ഞങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങളെ പിന്തുണച്ചതാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടൂ. അതിനു പകരം സമുദായം തിരിച്ച്, മതം തിരിച്ച്, വിഭാഗീയതയുണ്ടാക്കി, ധ്രുവീകരണവും സംഘർഷവും ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വോട്ട് BJP കൊണ്ടുപോകും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ധ്രുവീകരണത്തിന്റെ ഗുണഫലം BJP-ക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് സഖാവെ മനസ്സിലാക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.